മാപ്പിളപ്പാട്ട് എന്ന ഗാനശാഖയ്ക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് ഗൾഫ് നാടുകൾ. അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിനെയും മാപ്പിളപ്പാട്ടുകാരെയും ഈ ജനത അതിരറ്റ് സ്നേഹിക്കുന്നു. പോയ വാരം നടന്ന മീഡിയ വൺ 14-ാം രാവ് ഗ്രാൻഡ് ഫിനാലേക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയും ഇതാണ് തെളിയിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകളാണ് ഇനി വീക്കെൻഡ് റേബിയയിൽ. മാപ്പിള ഗാനശാഖയ്ക്ക് ജനഹൃദയങ്ങളിൽ വേരുപടർത്താൻ മണ്ണ് പാകപ്പെടുത്തിയത് ഗൾഫ് നാടുകളിൽ ചേക്കേറിയ മനുഷ്യരാണ്. VM കുട്ടിയും വിളയിൽ ഫസീലയും എരഞ്ഞോളി മൂസയും പീർ മുഹമ്മദും മാത്രമല്ല, പുതുതലമുറ പാട്ടുകാർക്ക് വരെ ഇന്നും വർദ്ധിച്ച പ്രോത്സാഹനം നൽകാൻ പരദേശത്തെ ആസ്വാദകർ തന്നെ മുന്നിൽ. മാപ്പിള ഗാനശാഖയോടുള്ള താൽപ്പര്യവും അതിൻ്റെ ജനപ്രിയത നിലനിർത്താനും പ്രവാസ ലോകത്തെ വ്യക്തികളും കൂട്ടായ്മകളും ഏറെ താൽപ്പര്യമെടുക്കുന്നു. ടെലിവിഷൻ ചാനലുകളിൽ മാപ്പിളപ്പാട്ട് മത്സരം അവിഭാജ്യ ഘടകമായതോടെ മത്സരാർത്ഥികൾക്ക് എണ്ണമറ്റ അവസരങ്ങളാണ് പ്രവാസ ലോകത്ത് തുറന്നു കിട്ടിയത്. ഇന്നും ആ ഗാനശാഖ ഏറെ സമ്പന്നമാണെന്ന് ജനങ്ങൾക്കൊപ്പം മുഖ്യധാരാ ഗായകരും തുറന്നു സമ്മതിക്കുന്നു. നല്ല പാട്ടിനെ നെഞ്ചേറ്റുകയും അല്ലാത്തവയെ തിരസ്കരിക്കുകയും ഈ പൊതു സമീപനമാണ് പ്രവാസ ലോകത്തിൻ്റേത്. പരദേശത്തെ മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് എല്ലാ അർത്ഥത്തിലും ഹൃദ്യമായ വിരുന്നൊരുക്കാൻ സാധിച്ചു എന്നതാണ് മീഡിയ വൺ 14-ാം രാവ് ഗ്രാൻഡ് ഫിനാലെയുടെ പ്രാധാന്യം. ദുബൈ അൽനാസർ ലിഷർലാൻഡിലെ നിറഞ്ഞ സദസ്സിന് മുമ്പാകെയായിരുന്നു മാപ്പിള ഗാനശാഖയിലെ യുവ പ്രതിഭകൾ അതുല്യ പ്രകടനം പുറത്തെടുത്തത്. KS ചിത്രയും വേണുഗോപാലും എരഞ്ഞോളി മൂസയും ഉൾപ്പെട്ട പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിന് കൂടുതൽ മിഴിവേകി. തീർത്ഥ, സുൽഹ, ഷഹബാസ്, കൃഷ്ണകല, അസദ് എന്നീ പ്രതിഭകൾ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. 100-ലേറെ എപ്പിസോഡുകളിലൂടെ മാസങ്ങൾ നീണ്ട 14-ാം രാവ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെയുടെ മത്സരാർത്ഥികൾ ഓരോരുത്തരും പ്രവാസ ലോകത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ കൂടി പ്രതികരണമായിരുന്നു ദുബൈയിൽ കണ്ടത്. നിറഞ്ഞ കരഘോഷത്തോടെ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളുടെ പ്രകടനത്തിന് പിന്തുണ നൽകി. ചിലർ മത്സരാർത്ഥികളുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡുകളുമേന്തിയാണ് പരിപാടിക്കെത്തിയത്. മാപ്പിളപ്പാട്ടിന് ലഭിക്കുന്ന പുതുകാലത്തെ സ്വീകാര്യതയുടെ കൂടി തെളിവായിട്ടാണ് പ്രമുഖർ ഇതിനെ വീക്ഷിക്കുന്നത്. എല്ലാ ചാനലിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാപ്പിള ഗാനങ്ങളുടെ സംഗീത പരമ്പരകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. വളരെയധികം പോപ്പുലറായി ഒരു ഗാനശ്രേണിയെ മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്ര സഹർഷം സ്വാഗതം ചെയ്ത് ഹൃദയത്തിലേറ്റിയത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള അതിൻ്റെ സാങ്കേതികത്വം, അതിൻ്റെ താളക്രമവും, അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഭാഷയും, ആ ഇശലെന്ന് പറയുന്ന അതിൻ്റെ ഒരു മെലഡിയും, ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതിന് തനതായ ഒരു വ്യത്യസ്തമായ ഒരു മേഖലയിലെ ഒരു സാംസ്കാരികമായ ഒരു ചിഹ്നമായി തന്നെ ഒരുപക്ഷെ ആ സംഗീതത്തിനെ നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയായിരിക്കണം അതിൻ്റെ പ്രാധാന്യം. എല്ലാ അർത്ഥത്തിലും ഒന്നിനൊന്നു മികച്ച ഗാനങ്ങളായിരുന്നു 14-ാം രാപ്രഭ നിറഞ്ഞ ദുബൈ വേദിയിൽ പെയ്തിറങ്ങിയത്. പ്രമുഖ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ, പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായിക രഹന എന്നിവർക്കൊപ്പം ചിത്രയും വേണുഗോപാലും അന്തിമ വിധി നിർണയത്തിൽ പങ്കുചേർന്നു. 14-ാം രാവ് 1 വിജയ് ബാദുഷയും സദസ്സിനെ കയ്യിലെടുത്തു. ബൈജു ജോസ്, ബാബു ജോസ് എന്നിവരുടെ ഹാസ്യ പരിപാടിയും അരങ്ങേറി. ഷാർജയിൽ 30,000 ആസ്വാദകരെ വിസ്മയിപ്പിച്ച പ്രവാസോത്സവത്തിന് ശേഷം ദുബൈയിൽ നടന്ന സമ്പന്നമായ സ്റ്റേജ് ഷോ കൂടിയായിരുന്നു 14-ാം രാവ് ഗ്രാൻഡ് ഫിനാലെ. നമ്മൾ ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ ഇത് പാടി കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നല്ല കഴിവുള്ള കുട്ടികളാണ്. പഴയ പാട്ടുകളും പിന്നെ അതിൻ്റെ ഇടയിലൂടെ പുതുതായിട്ട് അവർ രചിച്ച ഒത്തിരി, അത് 14 രാവ് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടെ ഊന്നി പറയുന്നത്. ഒത്തിരി ഇതിലേക്ക് പുതിയ പാട്ടുകൾ രചിച്ചിട്ടും സംഗീതം ചെയ്തിട്ടും ഒത്തിരി പാട്ടുകൾ ഈ നമ്മുടെ 14 രാവിലൂടെ വന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോഴും ഓരോരുത്തർ അത് നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. തനിമ നിറഞ്ഞ മാപ്പിളപ്പാട്ട് ഷോ എന്ന വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചായിരുന്നു ചടങ്ങ്. എരഞ്ഞോളി മൂസയുടെ മാപ്പിളപ്പാട്ട് ചരിത്ര ആഖ്യാനത്തിലൂടെയായിരുന്നു ഗ്രാൻഡ് ഫിനാലെയുടെ രൂപകൽപ്പന. പഴയതും പുതിയതുമായ ഇശലുകൾ കോർത്തിണക്കിയത് എല്ലാ വിഭാഗം ആസ്വാദകരെയും ഒരുപോലെ ആകർഷിച്ചു. 3 റൗണ്ടുകളിലായാണ് ഫൈനൽ മത്സരം പൂർത്തീകരിച്ചത്.
മത്സര ജേതാക്കളുടെ പ്രഖ്യാപനവും സമ്മാനദാനവും നടക്കുമ്പോൾ പാതിരാത്രി. അപ്പോഴും സദസ്സ് സാഗൂതം കാത്തിരിപ്പുണ്ടായിരുന്നു. നല്ല പാട്ടുകളും നല്ല പാട്ടുകാരെയും നൽകൂ, ഞങ്ങളുണ്ട് പിന്തുണയ്ക്കാൻ. ഈ സന്ദേശമായിരുന്നു പ്രവാസലോകം സെപ്റ്റംബർ 11 രാവിൽ നിശബ്ദം മന്ത്രിച്ചത്. മീഡിയ വൺ 14 രാവിന്റെ അടുത്ത സീസൺ പ്രഖ്യാപനവും മീഡിയ വൺ ഗൾഫ് ചാനൽ വിളംബരവും ആഹ്ലാദാവേശത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. പാട്ടുവേദിയിലെ പുത്തൻ കൂട്ടുകാർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും ഇനി പ്രവാസലോകം.